നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. CPM നേതാവിനെ ഇറക്കിവിട്ട് മജിസ്ട്രേറ്റ്. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് നിരവധി സംഭവവികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേസുമായി ബന്ധമുള്ള പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പ്രതികളോടൊപ്പം കയറിച്ചെന്ന ഒരു മുതിർന്ന CPM നേതാവിനെ മജിസ്ട്രേറ്റ് ഇറക്കിവിട്ടു അത്രേ. ഇതുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച അറസ്റ്റിലായ 6 പേരെ കോടതിയിൽ ഹാജരാക്കുമ്പോഴായിരുന്നു സംഭവം നടന്നത്. 2 CPM നേതാക്കളാണ് പ്രതികളെ അനുഗമിച്ചതെങ്കിലും ഒരാളാണ് അകത്തേക്ക് കയറിപ്പോയത്. മജിസ്ട്രേറ്റ് ഇരുന്ന സ്ഥലത്തേക്ക് പോലീസിനും പ്രതികൾക്കുമൊപ്പം കയറിച്ചെന്ന നേതാവിനെ അകത്തേക്ക് കയറാൻ പറ്റില്ലെന്ന് കോടതി ജീവനക്കാർ വിലക്കിയെങ്കിലും നേതാവ് പിന്മാറിയില്ല. തന്നെ തടയാൻ നിങ്ങൾ ആരാണ് എന്ന് ജീവനക്കാരോട് കയർത്ത് ചോദിച്ച നേതാവ് പോലീസ് ഇടപെട്ടിട്ടും പിന്മാറാൻ തയ്യാറായില്ല. വൈകിയാണ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയതെന്ന് പറയാൻ വേണ്ടിയാണ് മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് CPM നേതാവ് കയറി ചെന്നത്. അപ്പോൾ മജിസ്ട്രേറ്റ് തന്നെ നേതാവിനോട് പുറത്തേക്കിറങ്ങി പോകാൻ പറയുകയായിരുന്നു. അതുപോലെ തന്നെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രധാന പ്രതി സിൻജോ ജോൺസൺ അറസ്റ്റിലായിട്ടുണ്ട്. കൊല്ലം കരുനാഗപ്പള്ളിയിലുള്ള ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് സിൻജോയെ പിടികൂടിയത്. കേസിൽ 19 പേർക്ക് 3 വർഷത്തേക്ക് പഠന വിലക്ക് ഏർപ്പെടുത്തുകയും വിദ്യാർത്ഥികൾക്കെതിരെ കോളേജ് ആന്റി റാഗിംഗ് കമ്മിറ്റി നടപടിയെടുക്കുകയും ചെയ്തു. 10 വിദ്യാർത്ഥികളെ 1 വർഷത്തേക്ക് കോളേജിൽ വിലക്കിയിട്ടുണ്ട്. ഇവർക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാനും പരീക്ഷ എഴുതുവാനും സാധിക്കില്ല. ഇതോടൊപ്പം കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു സുപ്രധാന കാര്യം പൂക്കോട് വെറ്റിനറി സർവകലാശാല VC MR ശശീന്ദ്രനാഥിനെ ഗവർണർ സസ്പെൻഡ് ചെയ്തു എന്നതാണ്. അതോടൊപ്പം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അന്വേഷണത്തിന് ഗവർണർ ഉത്തരവിട്ടിട്ടുമുണ്ട്. സർവകലാശാലയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണെന്നും ഗവർണർ ആരോപിച്ചു.